ഹലോ കൂട്ടുകാരെ, ഞാനിത് വന്നിട്ടുള്ളത് ഒരു സ്നാക്സുമായിട്ടാണ്. അതിനായിട്ട് ഒരു ക്യാരറ്റ്, ഒരു സവോള, 2 ഉരുളക്കിഴങ്ങ്, ചെറുതായതുകൊണ്ടാണ്, വലുതാണെങ്കിൽ ഒരെണ്ണം ആയാലും മതി. പിന്നെ ഒരു പച്ചമുളക്, അത് വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. ഇത്രയും കൂടെ വെച്ചിട്ട് നമുക്കൊരു ചായക്കടി ഉണ്ടാക്കാം. നമുക്ക് ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇവിടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക്, സവോള നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് സവോള കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഉരുളക്കിഴങ്ങ്, അതും വേവിച്ചിട്ടൊന്നുമില്ല, പച്ചയ്ക്ക് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും അതിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അതും ഇതിൽ തന്നെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സ്പൂൺ എടുത്തിട്ടുണ്ട് മൈദ. ഇനി 1 സ്പൂണ് കോൺഫ്ലവറും കൂടെയാണ് ഇടുന്നത്. 1 സ്പൂണ് കോൺഫ്ലവറും കൂടെ ഇടുകയാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനായിട്ട് ഇനി കുറച്ച് ഉപ്പ് പൊടിയും കൂടെ വേണം. നിങ്ങളുടെ പാകത്തിന് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് സോഡാപ്പൊടി കൂടെ വേണം, അപ്പക്കാര. അതും കൂടെ കുറച്ച് ഒരു കുഞ്ഞ് സ്പൂണിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു നുള്ളു ഇട്ടേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും, ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ഒരു ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി ചേർക്കരുത്, ശകലച്ച് ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്, തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ സ്പൂണാകുമ്പോൾ നമുക്ക് കുറേശ്ശെ കോരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇവിടെ എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണുണ്ട്, വലിയ സ്പൂണായിട്ട് കോരി. നമുക്ക് നിറച്ചിട്ട് കൊടുക്കാം. ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഒരു സ്നാക്സാണ്, ചായക്കടിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റം തന്നെയാണ്. എല്ലായിടത്തും ഇതെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നല്ല രുചിയാണ്, കഴിക്കാനും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അധികമായിട്ട് നമുക്കിതിൽ വേറെ ചേരുവകളൊന്നുമില്ല. ഇതെല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കോരിയെടുക്കാം. ഇവിടെ എല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല മുരാന്നാണ് ഇരിക്കുന്നത്. നല്ല സ്പോഞ്ച് പോലെ, കഴിക്കാനും നല്ല കിലുകിലാന്നാണ് ഇരിക്കുന്നത് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.